ഷാഫിയുടെ മൂക്കിന് ആക്ച്വലി എന്താണ് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് ഒരു മോക്ക് വീഡിയോ നിങ്ങളെ കാട്ടാം. കേരളത്തിലെമ്പാടും ഇപ്പോൾ കേശുക്കുഞ്ഞുങ്ങൾ ചോപ്പിക്കാന്റെ പേരും പറഞ്ഞ് പ്രതിഷേധത്തിലാണല്ലോ. അതിന്റെ ഇടയിൽ തന്നെ ഷാഫിയുടെ മൂക്കിന് സംഭവിച്ചതുപോലുള്ള ഒരു പരിക്ക് പത്തനംതിട്ടയിൽ ഒരു യൂത്ത് നേതാവിന്റെ തലയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന് ഉത്തരവാദി ഇപ്പോ പോലീസാണ്. ഇനിയിപ്പോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നുള്ളതിന്റെ ദൃശ്യം പോലീസ് തപ്പിയെടുത്ത് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. നോക്കിയേ. കണ്ടല്ലോ, സ്വന്തം പ്രവർത്തകന്റെ മണ്ടയ്ക്ക് തന്നെ ഫ്ലെക്സിന്റെ പട്ടികല്ല് വലിച്ചൂരി അടിക്കുന്നു. ഇത് തന്നെയാണ് ഷാഫിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങൾക്ക് ഒരു ലാത്തി ഓങ്ങിയ ദൃശ്യം വെച്ചിട്ട് ഷാഫിക്ക് ഇത് അടികൊണ്ടേ എന്ന് മോങ്ങുമ്പോ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. ഇതൊക്കെ ഒരു തരം ഇറക്കാണ്. ഷാഫിയുടെ അടുത്തൂടെ ലാത്തി പോയപ്പോ കൊണ്ടേ എന്റെ മൂക്കി കൊണ്ടേ എന്ന് മഷി തേച്ചുകൊണ്ട് 48 കിലോമീറ്റർ അകലെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ലീഗിന്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ICU കഞ്ഞിക്കുഴി നാടകം ഇറക്കിയതിനു ശേഷം അവർ തല്ലുകൊണ്ടേ എന്ന മോങ്ങൽ നടത്തുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട് കഥ ഇറക്കുമ്പോൾ ഈ ദൃശ്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ചില ഉത്തരങ്ങൾ നൽകും. കണ്ടല്ലോ, സാധാരണഗതിയിൽ ഏതെങ്കിലും വ്യക്തി ചെയ്യുന്ന പ്രവർത്തനമാണോ? ഒരു ഫ്ലെക്സ് രണ്ടുപേർ ചേർന്ന് വലിച്ചു കീറിയതിനു ശേഷം ഒരുത്തം പട്ടികയിൽ ചവിട്ടി ഒടിച്ച് എടുത്തിട്ട് അടുത്ത് നിൽക്കുന്നവന്റെ മണ്ടക്കിട്ട് തന്നെ അടിക്കുന്നു. എന്നിട്ട് അവനെ നേരെ പൊക്കിയെടുത്ത് ക്യാമറകൾക്ക് മുന്നിലൂടെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇതാ പോലീസ് തല്ലിയേ, പിണറായിയുടെ പോലീസ് ഞങ്ങളുടെ മണ്ടയടിച്ച് കീറിയേ എന്നുള്ള നിലയ്ക്ക് അടുത്ത നാടകം അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് സർജറിയായി, നേതാക്കന്മാരുടെ ഫോട്ടോഷൂട്ടായി, വരിയായിട്ട് നിന്നിട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോകളായി. ഇതല്ലേ ഇപ്പോ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ICUവിൽ കിടക്കുന്ന ഷാഫി അവിടെ ഫോട്ടോഷൂട്ടിന് ഒരു കുറവുമില്ല. ഈ ICUവിൽ വേറെ രോഗികളൊന്നും ഇല്ല എന്നൊരു സ്വാഭാവിക സംശയം ഉണ്ടാക്കുകയാണ്. സാധാരണഗതിയിൽ ICUവിലൊക്കെ പ്രവേശിക്കുന്നത് 1-2 നേതാക്കന്മാരൊക്കെ വന്ന് കാണുന്നത് കുഴപ്പമില്ല. ഇത് സകല അണ്ടനും അടകോടനെല്ലാം അവിടെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. അപ്പോ ICU എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇന്റൻസീവ് കെയർ ആണ്, അണുബാധ ഉണ്ടാകാൻ പാടില്ല. ഷാഫിയുടെ കാര്യം അവിടെ സെറ്റിട്ട് കിടക്കുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അണുബാധ ഏറ്റാലും പ്രശ്നമില്ല. പക്ഷെ ബാക്കിയുള്ള രോഗികളുടെ കാര്യം, അപ്പോ അവിടെ തന്നെ അടിമുടി കൃത്രിമമാണ്. എന്താണ് സംഭവിച്ചിരിക്കാൻ സാധ്യതയെന്നും ഇവരുടെ സമരങ്ങളിൽ പൊതുവെ എന്താണ് നടക്കാറുള്ളത് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ദൃശ്യം. കണ്ടില്ലേ എത്ര കൃത്യമായിട്ടാണ് മിഡിലോ ബ്ലാങ്കറ്റയിലിട്ട് അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പോലീസാണ് എന്ന് പറയുന്ന അതേ രീതി തന്നെയാണ് പേരാമ്പ്രയിൽ കണ്ടതെന്നും കൃത്യമായി സംശയിക്കേണ്ട അവസ്ഥ.